ഹലോ. പൊങ്ങി പൊങ്ങി നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? എന്താ ബാബുജി? സിംഹാസനം തേടിപ്പോയ രാജകുമാരനെ കടത്തി വെട്ടില്ലോ നീ. തള്ളയ്ക്ക് നീ കൊടുത്ത കൈവിഷം അങ്ങ് ഏറ്റുമോളെ. ഒഴിഞ്ഞുകിടക്കുന്ന സംസ്ഥാന വനിതാ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിന്നെ കുടിയിരുത്താൻ പോകുന്നു. ഇനി നാട്ടിലേക്ക് വരുമ്പോ അടിയൻ വനിതാ സെക്രട്ടറിയുടെ മുന്നിൽ കൈയും കെട്ടി നിൽക്കേണ്ടി വരുമോ എന്റെ പൊന്നെ? വലിയ ആവേശമൊന്നും വേണ്ട. ആവേശം വേണ്ടി വരുമ്പോ ഞങ്ങൾ പറയാം. അപ്പൊ നീയൊക്കെ ആവേശിച്ചാ മതി. വിളിക്കട്ടെ മാമാജി. ഇവരുടെ ആവേശമല്ലേ നമ്മുടെയൊക്കെ ഉയർച്ചയ്ക്ക് പിന്നിൽ. ഒരു കുട്ടി നേതാവ് തല പൊന്തിച്ചാൽ പോലും ജയ് വിളിക്കുന്ന പാർട്ടിയല്ലേ നമ്മുടേത്. അണികളെ പിണക്കിയാൽ ആണി ഇളകും, അത് മറക്കണ്ട. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഈ പ്രോത്സാഹനമാണ് പ്രവർത്തിക്കാനുള്ള എന്റെ ധൈര്യം. ദരിദ്രരും മർദ്ദിതരും പീഡിതരുമായ ഒരു ജനതയുടെ മോചനത്തിലൂടെ നിങ്ങൾ സ്വപ്നം കാണുന്ന സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങൾ നിറവേറ്റപ്പെടണം. സ്ത്രീക്ക് സ്ത്രീയായി ജീവിക്കാനും സംഘടിക്കാനും കഴിയണം. അതിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. താങ്ക് യു. മാമാജി, പെണ്ണ് തലയെ കയറാൻ തുടങ്ങി. മുളയിലെ നുള്ളിയില്ലെങ്കിൽ ഇവള് നാളെ മാമാജിക്ക് രാണിയായി മാറും. കപ്പ്യാര് കയറി പുണ്യാളത്തിനായെന്ന് പണ്ടൊരു ചൊല്ലുണ്ട്. ഇതേതാണ്ട് അതുപോലെ ആയല്ലോ മാമാജി. നേതാവിന് അന്തിക്കൂട്ട് വന്നോളെ എന്നാ മയക്കൂടി വെച്ചെന്ന് എനിക്കറിയാൻ മേല. അപ്പോഴേ ആഭ്യന്തരത്തിന്റെ ചരടുകൂടി കയ്യിൽ നിന്ന് പോയാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവള് മയക്കി വീഴ്ത്തുന്ന മോഹിനിയാണെങ്കിൽ ഞാൻ ഉന്നം കെടുത്തുന്ന ശകുനിയാടോ. ഓട്ടുപകടകൾ കൈവെള്ളലിട്ട് ഉരുട്ടിച്ചാമ്പുന്ന ശകുനിയുടെ തന്ത്രം പൊന്നും മോനെ അവക്കറിയത്തില്ല. എന്നാ പിന്നെ അതങ്ങ് ചാമ്പ് മാമാജി. നേതാവ് ഡൽഹിയിൽ നിന്ന് എത്തിയാ പിന്നെ പിടുത്തം കിട്ടുന്ന വരില്ല. അതിനു മുമ്പ് ഒഴിഞ്ഞു കിടക്കുന്ന സിറ്റി കമ്മീഷണർ കസേരയിൽ എന്നെ പിടിച്ചങ്ങ് ഇരുത്ത്. ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇട്ടിച്ചിനെ പോലെ ഒരു കുഴ കൊഴിഞ്ഞ മന്ത്രി ഉള്ളപ്പോഴേ എന്തെങ്കിലുമൊക്കെ നടക്കൂ. ശിവാനന്ദ സാറ് പറയുന്നതിലും കാര്യമുണ്ട്. എത്ര കാലമായി മോഹിക്കുന്ന കസേരയെ അത് നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റുമോ? അതെ, ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞാലേ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമാകൂ. ഓടുന്ന പട്ടിക്കൊരുമുഴ മുമ്പേന്നല്ലേ. എറിഞ്ഞേക്കാം. ഹലോ. മാമാജി, അടിയനാണ്. മാമാജി ഒരു മിനിറ്റ്. അയ്യോ, കഴിഞ്ഞു. പറ മാമാജി. പിന്നെന്താ? അയ്യോ, അവിടുന്ന് കൽപ്പിച്ചാൽ പിന്നെ അപ്പീലുണ്ടോ? പോലീസ് വകുപ്പിന് നഗരത്തിലൊരു കസേര തന്തയില്ലാതെ കിടക്കുക. ആയിക്കോട്ടെ, ഇപ്പൊ തന്നെ ഓർഡർ ഇടാം. അയ്യോ, ആരായത്? ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്ന് കാണുമായിരുന്നല്ലോ. ഇരുന്നാട്ടെ. ക്രമസമാധാനത്തിന്റെ ശബ്ദം അങ്ങ് സെക്രട്ടേറിയറ്റിന്റെ കവാടം വരെ കേക്കാലോ. ഇട്ടിച്ച ഏതൊരു കസേരയുടെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? അതെ, ഒഴിഞ്ഞെടുക്കുന്ന സിറ്റി കമ്മീഷണർ കസേര. നമ്മുടെ DYSP ശിവാനന്ദനെ അവിടെ പിടിച്ചിരുന്ന കാര്യം മാമാജിയുമായിട്ടൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് മാമാജി ആ കസേരയായിട്ട് എന്ത് ബന്ധം? അല്ല, ഞാനിവിടെ ഇരിക്കുന്നെങ്കിലും തീരുമാനങ്ങളൊക്കെ അവിടെ നിന്നാണല്ലോ. മാത്രമല്ല, ശിവാനന്ദൻ കുറച്ചു നാളായി കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹമാണിത്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗം അങ്ങേർക്ക് IPS കൊടുത്തിട്ടുമുണ്ട്. അതെയോ? അത് ഞാൻ അറിഞ്ഞില്ല. ഭരണകക്ഷിയിലെ രാഷ്ട്രീയ ഏമാന്മാർ കാലാകാലങ്ങളിൽ വട്ടം കൂടിയിരുന്ന് അവരുടെ കാലും വാലും നക്കുന്ന ഏതെരപ്പയ്ക്ക് മോശാരം കൊടുക്കുന്ന ഒരു IPS ഉണ്ട്. ഇന്ത്യൻ പൊളിറ്റിക്കൽ സേവ. സോഷ്യൽ സ്റ്റാറ്റസിന്റെ പകിട്ട് കൂട്ടാൻ കെട്ടുതാലി പോലും മറന്ന് വേണ്ടാത്തിടത്തൊക്കെ കയറി ഇറങ്ങുന്ന കൊച്ചമ്മമാരുടെ കാവൽ പട്ടികളാകാനുള്ള ലൈസൻസ്. എന്നാൽ ജന്മസിദ്ധമായ ഇന്റലിജൻസും കോഷ്യൻസും ഉപയോഗിച്ച് മത്സര പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയവന്റെ IPS അതല്ല. അതിന് ഇന്ത്യൻ പോലീസ് സർവീസ് എന്നാ പറയാറ്. ക്രമസമാധാനത്തിന്റെ ഭരണചക്രം തിരിക്കാൻ യോഗ്യത നേടിയ മാൻ പവറിന്റെ IPS.
അങ്ങനെ ഒരാളുണ്ട് ഇവിടെ. യെസ്, ഋഷികേശ് പരമേശ്വരൻ നമ്പൂതിരി IPS. നിങ്ങൾ ഈ പറഞ്ഞ കസേരയിൽ അദ്ദേഹം ഇരിക്കും. ഒരു റിട്ടയർഡ് IPS കാരന്റെ പല്ലില്ലാത്ത കൽപ്പനയല്ല ഇത്. നിങ്ങൾ ഇരിക്കുന്ന ഈ കസേര താങ്ങി നിർത്തുന്ന പാർട്ടി സെക്രട്ടറിയുടെ ഓർഡർ, ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഡൺ റൈറ്റ് നൗ.